മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ഇതിനെ ആദ്യം ഞാനൊരു കമന്റ് ലൈൻ ആയിട്ട് മാറ്റുകയാണ്. ഡബിൾ സ്ലാഷ് ഇട്ടാൽ മതി, അത് കമന്റ് ലൈൻ ആയിട്ട് പൊക്കോളും. ഒരു ലൈനേ ഉള്ളെങ്കിൽ നമ്മൾ ഡബിൾ സ്ലാഷ് ഇട്ടാൽ മതിയായിരിക്കും. ഇനി ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷം stdio.h conio.h ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം void main ഇൻഡ് മെയിൻ എന്ന് എഴുതാം. ഇനി വേരിയബിൾ ഡിക്ലറേഷൻ അല്ലേ. അപ്പം നമുക്കറിയാം ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് വേണ്ടത്. അതായത് 1 തൊട്ട് 10 വരെയുള്ള എൻ്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വേരിയബിൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, നമ്പർ സ്റ്റോർ ചെയ്യണം അല്ലെ. ഏത് നമ്പറിന്റെ ടേബിൾ ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു നമ്പർ വേണം. അപ്പൊ ഞാൻ ഇന്റെ നം എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുത്തു. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നമ്പറിനെ. ഇപ്പൊ 5 ആണെങ്കിൽ അതിനും 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4, 5, 6, 7, 8, 9, 10. ഇപ്പൊ 10 വരെ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം 1 തൊട്ട് 10 വരെയുള്ള വാല്യൂസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കാണിക്കണം. അപ്പൊ 1 തൊട്ട് 10 വരെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് നടക്കുകയാണ് അല്ലെ. ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും അതെന്താണ്, ഒരു ലൂപ്പ് അവിടെ ആവശ്യമുണ്ടെന്ന് അറിയാം. ഇപ്പൊ ലൂപ്പ് ഉണ്ട്. ലൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. അപ്പൊ നമ്മളവിടെ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നം, പിന്നൊന്ന് ഐ. ഇനി നമുക്ക് clr ഫംഗ്ഷൻ കൊടുക്കാം. ഇനി നമ്മൾ യൂസറിനോട് പറയാണ് പ്രിന്റ് എന്റർ എ നമ്പർ അല്ലെ. നമ്പർ എന്റർ ചെയ്യാൻ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാണ്. യൂസറിന് കൊടുക്കുന്നു, ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ്, യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമുക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് എഴുതുന്നു, സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ട്. %d ഇന്ത്യ ടൈപ്പ് ആയതുകൊണ്ട് %d കൊടുത്തു. ദെൻ കോമ അഡ്രസ് ഓഫ് നം വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനിയാണ് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എന്തിൻ്റെയാ, നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിന്റെ അല്ലെ. അപ്പൊ നമ്പർ പ്രിന്റ് ചെയ്യണമെങ്കിൽ അവിടെ ആദ്യം എന്ത് കൊടുക്കണം, %d എന്ന് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക. ഈ %d സ്ഥലത്ത് എന്ത് വാല്യൂ വരേണ്ടത്, നം എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ആണ് വരേണ്ടത്. അത് നമ്മൾ കാണിച്ചു. എന്നിട്ട് സെമിക്കോളൻ കൊടുത്ത് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ലൂപ്പ് എഴുതാം. ലൂപ്പിൽ ഫോർ ഐയുടെ വാല്യൂ എവിടെ തൊട്ട് വേണം, 0യിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. 5 × 0 നമ്മൾ ഒരിക്കലും പറയാറില്ല. 1 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 വരെ കൊടുത്താൽ മതി. ഇപ്പൊ 10ഓ 20ഓ എത്ര വേണേലും നമുക്ക് എഴുതാം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഐയുടെ വാല്യൂ എവിടം വരെ പോകണം, 1 തൊട്ട് 10 വരെ പോയാൽ മതി. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3, 4, 5, 6 അല്ലെ. 1 വെച്ചാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ++i എന്ന് കൊടുക്കാം. ഈ ++i എന്ന് പറയുന്നതും i is equal to i+1 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. i is equal to i+1 എന്ന് പറയുന്നതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ++i കേട്ടോ. അപ്പൊ അതും നമ്മളവിടെ എഴുതി. ഈ ഫോർ ലൂപ്പിൽ എന്താ എഴുതുക, പ്രിന്റ് ഓഫ് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, %d. അവിടെ ഒരു നമ്പർ ആണ് വരേണ്ടത് അല്ലെ. ആ നമ്പറിന്റെ സ്ഥലത്ത് നമ്മൾ %d എന്ന് കൊടുത്തിട്ട് ഒരു ടാബ് ഇട്ടു, ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ വേണമെങ്കിൽ നമുക്ക് താഴെ പ്രിന്റ് ചെയ്യാം, നേരെ വേണമെങ്കിൽ നേരെ പ്രിന്റ് ചെയ്യാം. താഴെ കൊടുക്കണമെങ്കിൽ സ്ലാഷ് കൊടുത്താൽ മതി. ഒറ്റ ലൈനിൽ തന്നെ സ്പേസ് ഇട്ടാണെങ്കിൽ അവിടെ സ്പേസ് കൊടുത്താൽ മതി. എന്നിട്ട് കോമ കൊടുത്തു. അപ്പൊ ഒരു നമ്പർ ആണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി അല്ലെ. അത് നമ്മൾ %d കൊടുത്തു. ഇനി അവിടെ എന്ത് വാല്യൂ വരണം, നമ്മുടെ നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ വേണം അവിടെ വരാനായിട്ട്. അപ്പം നം × i എന്ന് കൊടുത്തു. അപ്പൊ അത്ര നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ കോഡ് കഴിഞ്ഞു. ദെൻ get ch ക്ലോസ് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്, ആദ്യം നമ്മിന്റെ വാല്യൂ 1 ആയിരിക്കും. നമ്മിന്റെ വാല്യൂ 1 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ നമ്മുടെ എൻ്റർ ചെയ്ത ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്, നമ്മിൽ ഒരു 5 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. 5 ആണെങ്കിൽ 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ റിസൾട്ട് കൊടുക്കും. എന്നിട്ട് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകും. 2 ആയി കഴിഞ്ഞിട്ട് നമ്മിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ വാല്യൂ കിട്ടും.
അടുത്തത് ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 3 ആകും. അപ്പം 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 10 വരെ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിവിടെ കമ്പൈൽ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 5 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്തു. 5 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5, 10, 15, 20, 10 വരെയുള്ളത് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പോലെയുള്ള ടേബിൾ ആയിട്ട് തന്നെ കിട്ടണം എന്ന് വിചാരിക്കുക. ഇത് ജസ്റ്റ് അതിന്റെ റിസൾട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. 5, 10, 15, 20 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം 5നെ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 2 കൊണ്ട്, പിന്നെ 3 കൊണ്ട്, 4 കൊണ്ട്, അങ്ങനെ. ഇനി ആ ടേബിളിന്റെ ഫോർമാറ്റിൽ നമുക്ക് കിട്ടണം എന്ന് വിചാരിക്കുക. ടേബിൾ ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നമ്പർ, പിന്നെ അതിനെ 1, 2, 3 എന്നുള്ള വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. അതായത് 5 ആണെങ്കിൽ 5 × 1 ഇസ് ഈക്വൽ ടു 5. അങ്ങനെ നമ്മൾ ആ ടേബിളിന്റെ സ്ട്രക്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം തന്നെ നമുക്ക് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. ആദ്യം 5 അല്ലെ, പിന്നെ ഇൻറ്റു എന്ത് ചെയ്യണം? 1, 2, 3 എന്നുള്ള വാല്യൂ. അപ്പം 5 × 1 ഈക്വൽ ടു എന്ത് കിട്ടണം? റിസൾട്ട് കിട്ടണം. നമുക്ക് അത്രയും കൊടുത്തു നോക്കാം. ആദ്യം നമുക്ക് എന്ത് കിട്ടണം? 5 ഇപ്പൊ എവിടെയുണ്ട്? നം എന്ന് പറയുന്ന വേരിയബിളിലുണ്ട് 5 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ നം അവിടെ കൊടുത്തു. രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡി, ഈ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് എന്ത് കിട്ടണം? 1, 2, 3 എന്നുള്ള വാല്യൂസ് കിട്ടണം. അപ്പൊ അവിടെ നമ്മൾ ഐ കൊടുത്തു. ഐയുടെ വാല്യൂ ആണ് അവിടെ കിട്ടേണ്ടത്. ഈ മൂന്നാമത്തെ പ്ലേസിൽ എന്ത് കിട്ടണം? ഇതിന്റെ റിസൾട്ട് കിട്ടണം. അപ്പൊ നം ഇൻറ്റു ഐ മൾട്ടിപ്ലൈ 1 അല്ല ഐ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ടേബിളിന്റെ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എഴുതുവാണ്. ഞാൻ നേരത്തെ കാണിച്ചത് ജസ്റ്റ് റിസൾട്ട് മാത്രമാണ്. അത് ലൂപ്പ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇനി നമുക്ക് ആ ടേബിൾ കറക്റ്റ് ആയിട്ട് ടേബിൾ തന്നെ കിട്ടണം എന്ന് വിചാരിക്കുക. ടേബിൾ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ടേബിൾ നമുക്കറിയാം. ആദ്യം അതിപ്പം 1, 2, 3 എന്ന് ആദ്യമോ രണ്ടാമതോ എങ്ങനെ വേണമെങ്കിലും എഴുതാം, നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. അല്ല, ഇത് തന്നെ കിടക്കട്ടെ. നമ്മൊന്ന് കൊടുത്തു. റിസൾട്ട് കാണാം. റിസൾട്ട് കണ്ടിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞു, 5 എൻ്റർ ചെയ്തു. ഇപ്പൊ ടേബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ടേബിൾ ആണ് ആദ്യം കാണിച്ചത്. ജസ്റ്റ് റിസൾട്ട് മാത്രമാണ്. ടേബിളിന്റെ ഫോർമാറ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര കാര്യങ്ങളെ നമ്മളിവിടെ ചെയ്തുള്ളൂ. 5 എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് ഇപ്പൊ 5 ൻ്റെയോ 10 ൻ്റെയോ 12 ൻ്റെയോ ഏതിന്റെ വേണമെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഏത് നമ്പർ ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ നം എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ റീഡ് ചെയ്തു. ഇനി ആ കിട്ടിയേക്കുന്ന നമ്മിനെ നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടണം. അപ്പം ആദ്യം നമ്മുടെ 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 അങ്ങനെ പോകും. അപ്പൊ ഇത് റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ടാസ്ക് ആണ്. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പ് എടുത്തു, എന്നിട്ട് അവിടെ ഒരു വേരിയബിൾ വേണം, ഐ എന്ന് കൊടുത്തു. ഐയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ മൂവ് ചെയ്യണം? 1 തൊട്ട് 10 വരെ മൂവ് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞു. ഇനി പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ ഈ സ്ട്രക്ചർ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് 5 ആയിട്ട് കിട്ടണം. ഞാനിപ്പോ എക്സാമ്പിൾ 5 എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ 5 എന്നുള്ള വാല്യൂ എവിടെയുണ്ട്? നം എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. 1 എന്ന് പറയുന്ന വാല്യൂ എവിടെയുണ്ട്? ഐ എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. പിന്നെ നമ്മിനെയും ഐനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടും. അപ്പൊ അത് നമ്മൾ കൊടുത്തു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് എന്ത് വരണം? ഈ നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ വരണം. പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ അല്ല ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് ഐ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 3 ഇസ് ഈക്വൽ ടു കൊടുത്തു. മൂന്നാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? നം ഇൻറ്റു ഐ എന്നുള്ള വാല്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഡബിൾ കോട്സിനുള്ളിൽ നമ്മൾ എന്ത് എഴുതിയാലും അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ അതിന്റെ എന്ത് കൊടുക്കണം? അതിന്റെ സ്ട്രിങ് കൊടുക്കണം, ഫോർമാറ്റ് സ്ട്രിങ് കൊടുക്കണം. എന്നിട്ട് ഡബിൾ കോട്സ് കഴിഞ്ഞിട്ട് കോമ കൊടുത്തിട്ട് വേണം വേരിയബിളിന്റെ വാല്യൂ കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ പ്രിന്റ് എഫിൽ പഠിച്ചായിരുന്നു. അപ്പം ആദ്യത്തെ പെർസെൻറ്റേജ് ഡിയിൽ നമ്മിന്റെ വാല്യൂ വരും, പിന്നെ സ്റ്റാർ ഓപ്പറേറ്റർ വരും. കാരണം ഡബിൾ കോട്സിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ എന്ത് കൊടുത്താലും അതുപോലെ തന്നെ വരും. രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് ഐ എന്നുള്ള വാല്യൂ വരും, ഇസ് ഈക്വൽ ടു കൊടുത്തു. മൂന്നാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്ത് നം ഇൻറ്റു ഐ. കാരണം വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് ആ വാല്യൂ വേണം നമുക്ക് കിട്ടാൻ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നം ഇൻറ്റു ഐ അവിടെ എഴുതാനായിട്ട് പറ്റത്തില്ല, അത് തെറ്റിപ്പോവും. അവിടെ നമുക്ക് എന്ത് വേണം കൊടുക്കാനായിട്ട്? ഫോർമാറ്റ് സ്ട്രിങ് കൊടുത്തിട്ട്
പിന്നെ വേണം അതിന്റെ വാല്യൂ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ കോമ ഇട്ട് വേണം അതിന്റെ വാല്യൂ നമ്മൾ പറയാനായിട്ട്. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ലൂപ്പിനൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു നമ്പറും കൂടെ വെച്ചിട്ട് കമ്പൈൽ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ 11 എൻ്റർ ചെയ്യാണ്. 11ന്റെ ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നോക്കുക, 2-3 ആവർത്തി കണ്ട് നോക്കുക, എന്നിട്ട് നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതി നോക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.